സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ വെസ്റ്റേർഡ് ഡയസിസ് യൂത്ത് യൂണിയന്റെ എല്ലാ വേദനയും ക്ഷതവും ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ പങ്കുവെക്കുന്നു. ഞങ്ങളുടെ ആദരസൂചകമായി വെസ്റ്റേർഡ് ഡയസിസ് യൂത്ത് യൂണിയന്റെ ട്രഷറർ ബോണി ഇപ്പോൾ റീസർച്ച് സമർപ്പിക്കും. തേജസ്സുമായി പ്രദാനം ചെയ്തും വേദി ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. അഭിമുഖീകരണക്കാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, തീർച്ചയായിട്ടുമാരെ, സഹോദരിമാരെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെ നിങ്ങൾ കേരളത്തും രേഖപ്പെടുന്നതായ നാമത്തിൽ ഞങ്ങളുടെ ഈ ഇടവകയുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ ലീലാപെട്ടെന്ന ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഇവിടെ ഈ ഇടവകയിൽ അംഗമായിരുന്നു. ധന്യമായൊരു ജീവിതമാണ് പെട്ടെന്ന് നയിച്ചത്. ഭക്തിനിർഭരമായൊരു ജീവിതം. അത് കൂടുതലായിട്ട് പറയുവാൻ ഇപ്പോൾ സമയമില്ല. അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ അവരെ ചുരുക്കുകയാണ്. പത്തനംതിട്ട വേർപാടിൽ ഞങ്ങൾക്ക് എല്ലാം അതീവ ദുഃഖമുണ്ട്. നിങ്ങളോടൊപ്പം ഞങ്ങൾ ദുഃഖിക്കുന്നു. എങ്കിലും നമുക്ക് പ്രത്യാശാപരമായ ഒരു ജീവിതം ഇങ്ങനെയുണ്ട് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അതിന് ആശ്വാസത്തിനും സമാധാനത്തിനും വകയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും സാന്നിധ്യവും ഒക്കെ അതിന് സഹായകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഈ അവസരത്തിൽ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ കൈപ്പറ്റ ഇടവകയുടെ അനുശോചനം അവരുടെ അടിസ്ഥാന വൈദികരോടും മക്കളോടും കൊച്ചുമക്കളോടും മരുമക്കളോടും എല്ലാം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ വിജയിക്കുകയാണ്. അതോടൊപ്പം അവരുടെ ആശ്വാസത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും സമാധാനത്തെയും ആശംസിക്കുകയും ചെയ്യും. ധാരാളം പേര് അനുശോചനം പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് സമയത്തിന്റെ കൺട്രോൾ നിൽക്കുന്നില്ല. അതുകൊണ്ട് മുൻപോട്ട് വരുന്നവര് റേറ്റ് വയ്ക്കാനായിട്ട് ആണെങ്കിലും അനുശോചനം പറയാനാണെങ്കിലും ഒരു വാക്ക് അരമണിക്കൂറിൽ നിർത്തണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് വിനീതമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. മദ്രാസ് പാരിഷിന് വേണ്ടി മിസ്റ്റർ അബീഷ് ചെറിയാൻ, തീർച്ചയായും വേണ്ടി മിസ്റ്റർ ജെയിംസ് ടി മാത്യു. കൊച്ചമ്മയുമായിട്ട് അടുത്ത ഇടപെടലുകൾ തുടങ്ങിയതൊക്കെ വളരെ ഊഷ്മളമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടവകയായിട്ടും വ്യക്തിയായിട്ടും സാധിച്ചു. 3 ആഴ്ചയ്ക്ക് മുൻപ് കൊച്ചമ്മയെ വെല്ലൂരിൽ ചെന്ന് സന്ദർശിക്കാനിടയായി. ആ സമയത്ത് മധ്യാഹ്ന ഭക്ഷണം വരെ ഒരുക്കി തന്നാണ് ഞങ്ങളെ വിട്ടത്. അപ്പോൾ ആ സ്നേഹത്തിന്റെ ആഴം വ്യക്തമാകുന്നല്ലോ. നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ദുഃഖത്തിന്റെ സമയമല്ല, സെലിബ്രേഷൻ ടൈം. അതുകൊണ്ട് തിരുമേനിയും മക്കൾ ഓരോരുത്തരെയും മദ്രാസ് ഇടവകയുടെ അനുശോചനം അറിയിക്കുന്നു. ഞങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുവാണ്. മദ്രാസ് ഇടവകയുടെ വിചാരി മോൻസി വർഗീസ് അച്ഛന് വരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെയും അനുശോചനങ്ങൾ അറിയിക്കട്ടെ. കർത്താവിന്റെ അതിവിശുദ്ധമാകട്ടെ. പ്രിയപ്പെട്ട ശ്രീരാമകൃഷ്ണയുടെ വേർപാടിന്റെ ഈ സമയത്ത് കടന്നുവന്ന് ഒരു ആശ്വാസവാക്ക് പറയുവാനായിട്ട് ദൈവം തമ്പുരാൻ എനിക്ക് ഒരു വലിയ പദവി വന്നിരിക്കുകയാണ്. അതിന് സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് അതിലൊന്നും അറിയത്തില്ല. എന്നാൽ സുവിശേഷ പ്രകാശത്തിൽ കൂടി മാത്രമുള്ള കൊച്ചമ്മയുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്നാണ് കൊച്ചമ്മയുടെ ആത്മീയ ജീവിതത്തെപ്പറ്റിയും പ്രത്യാശ ജീവിതത്തെപ്പറ്റിയും മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന താല്പര്യത്തെപ്പറ്റിയും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിത്വത്തിനാണ് ഇന്ന് കർത്താവ് നിത്യതയുടെ അവകാശം കൊടുത്തിരിക്കുന്നത്. അവിടെ കർത്താവ് ഭവനങ്ങൾ സ്വീകരിക്കുന്നു. കൊച്ചമ്മയ്ക്കും അതിന്റെ ഒരു ഭവനം അവിടെ സ്വീകരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് നാം കർത്താവില് വിശ്വസിച്ച് കർത്താവിലെ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ആണ് ആഗ്രഹം ഉള്ളത്. ഈ സമയത്ത് വന്ദനായ തിരുമേനിമാരും അർദ്ധസാമകൃഷ്ണത്തിനും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും തന്റെ സർവശക്തൻ ദിവ്യ സമാധാനം കൊടുത്ത് അവരെ സമാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഫിലഡൽഫിയ പാരിഷിന്റെ അനുശോചനവും അതുപോലെ തന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ സമയം ഇരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.
എൻ.എം. ജെയിംസ് അച്ഛൻ സൺഡേ സ്കൂൾ ബോർഡ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഇടവ അനുഗ്രഹമേറിയ ജീവിതം നയിച്ച കൃഷ്ണയുടെ വളരെ ലഭ്യമായ ജീവിതത്തെ ഓർക്കുന്നു. കഴിഞ്ഞ 24 വർഷങ്ങളായി എനിക്ക് കൃഷ്ണയെ അറിയുവാൻ ആ കുടുംബവുമായി ബന്ധപ്പെടുവാനിടയായിരുന്നു. കൃഷ്ണയുടെ ആഴമേറിയ പ്രാർത്ഥനാ ജീവിതം, വളരെ അനുഗ്രഹമേറിയ ക്രിസ്തീയ ശുശ്രൂഷ, ഇത് രണ്ടും എടുത്തു പറയത്തരാകുന്നതാകുന്നു. ഏറ്റവും നല്ല ഒരു കുടുംബജീവിതം നയിപ്പാൻ തിരുവേനിക്ക് തുണയായി പ്രവർത്തനങ്ങളെ സഹായിക്കണം. കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാനിടയായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരുപാട് ഏവർക്കും ദുഃഖകരമാകുന്നെങ്കിലും സർവശക്തനായ കർത്താവ് കുടുംബങ്ങളെ ബലപ്പെടുത്തി ആശ്വസിപ്പിക്കുമാറാകട്ടെ. സൺഡേ സ്കൂൾ ബോർഡിന്റെ അനുശോചനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തൃക്കണ്ണാമല ഇടവക, പിള്ളാപ്പള്ളി, തേവലക്കര ഇടവയ്ക്ക് വേണ്ടിയും അനുശോചനം അറിയിക്കുന്നു. സൺഡേ സ്കൂൾ ബോർഡ് അംഗങ്ങൾക്ക് വേണ്ടി അനുശോചനം അറിയിക്കുന്നു. സൺഡേ സ്കൂൾ മിഷണറിമാർക്ക് വേണ്ടി അനുശോചനം അറിയിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. ഡയസിന് വേണ്ടി മാറ്റി ഒരു മിനിറ്റ് എടുക്കാം. ഒരു വാക്ക് പറയാം. ഡയസിന്റെ ബിഷപ്പായിരിക്കുന്ന ഡോക്ടർ ശ്രീമതി തിരുമേനി ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു മിനിറ്റ് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതിന് തിരുമേനി പറയുമായിരുന്നു. പ്രിയ അലക്സാണ്ടർ തിരുമേനി കുടുംബവും കേരള ഡയസിന്റെ ഒരംഗം കൂടെയാണ്. അതിലേക്ക് ഞങ്ങൾക്ക് ഡയസിസ് തിരുമേനിയെ കൂടെ ലഭിച്ചിട്ടുള്ള എല്ലാ സേവനവും കൊച്ചമ്മയുടെ പിന്നെ പ്രാർത്ഥനയും സമർപ്പണവും അത് എടുത്തു പറയപ്പെട്ടതാണ്. ചെറുതായത് ഞാൻ പറയുന്നില്ല. കുഞ്ഞുങ്ങൾക്കും തിരുമേനിക്കും കേരള ഡയസിന്റെ അനുശോചനങ്ങൾ ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കുകയും സർവാശ്വാസത്തെ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് കേരള ഡയസിന്റെ അനുശോചനം വെച്ചാണ് അതുതന്നെ തിരുമേനിയെ വേർപാട് ദുഃഖത്തിരിക്കുന്നതായ പ്രിയ മക്കളെ, കുടുംബാംഗങ്ങളെ, തിരുവല്ല ബിടെക് PC ഹോംസിന്റെ റെസിഡൻസ് അസോസിയേഷന്റെ അനുശോചനം അറിയിക്കുന്നു. ഞാൻ താമസിക്കുന്ന ആ ബിൽഡിങ്ങിൽ തന്നെ അവരുടെ തിരുമേനിക്കും ഒരു ഫ്ലാറ്റുണ്ട്. എബിയുമായിട്ടാണ് കൂടുതൽ ബന്ധം. അപ്പോൾ ഞങ്ങൾ ഒരേ വീട്ടിൽ, ഒരേ ഫ്ലാറ്റിൽ, ഒരേ ബിൽഡിങ്ങിൽ പാർക്കുന്നവരാണല്ലോ. താമസം ഞാൻ കണ്ടൊരു ആക്കിയിട്ടില്ലെങ്കിൽ തന്നെ അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ PC ഹോംസ് അസോസിയേഷന്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. സഭാ സെക്രട്ടറി മാത്യൂസ് എബ്രഹാം സഭയുടെ ബോർഡുകളും പ്രദാനം ചെയ്ത് ചുരുങ്ങിയ സമയത്തിൽ 1 മിനിറ്റുള്ളിൽ അനുശോചനം അറിയിക്കുന്നു. ഈ സമയത്ത് ഈ തലക്കാമ്പരത്തിൽ പുനെയിലും മുംബൈ ഉല്ലാസ പാരിഷിന്റെയും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് ഭാഗ്യസന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയ കൊച്ചമ്മയെ അടുത്ത് ഇടപഴകുവാൻ ഒരു 4 വർഷത്തെ അവസരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എങ്കിലും കൊച്ചമ്മയുടെ ജീവിതത്തെക്കുറിച്ചും കൊച്ചമ്മയുടെ വേർപാടിനെ കുറിച്ചും ഓർക്കുമ്പോൾ ഞാൻ ഇവിടെ മുമ്പ് അങ്ങനെ ഉദ്ധരിച്ച ഒരു വാക്യം തന്നെ വീണ്ടും ഉദ്ധരിക്കട്ടെ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ദൈവത്തിന്റെ വചനം കൊച്ചമ്മയുടെ ജീവിതത്തിലൂടെ ജഡം ധരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങളും ഒക്കെ അത് തെളിയിച്ചു വേണം. കുറച്ചു നാൾ മുമ്പ് കുത്തിക്കാട്ടിട വടക്കേ മലയിൽ സാലി ആന്റി ഇതേപോലെ ഒരു രോഗത്തിലൂടെ കടന്നുപോകുന്ന പ്രിയ സഹോദരിയെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ വളരെ ശാരീരിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് കൊച്ചമ്മ ആ സഹോദരിയെ കാണുവാനായിട്ട് ആ ഭവനത്തിൽ എത്തിച്ചേർന്നു. കൊച്ചമ്മയുടെ സന്ദർശനവും കൊച്ചമ്മയുടെ വാക്കുകളും എന്റെ ജീവിതത്തിൽ വളരെ ആശ്വാസം പകർന്നുവെന്ന് ആ സഹോദരി സാക്ഷിക്കുന്നത് കേൾക്കുവാനായിട്ടിടയായി. ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങളും കൊച്ചമ്മയുടെ അനുഭവ സാക്ഷ്യം സുവിശേഷ പ്രകാശിനിയിലും CSI സഭയുടെ മാഗസിനിലും ഒക്കെ പ്രസിദ്ധീകരിച്ചത് അനേക ജീവിതങ്ങൾ, പ്രത്യേകിച്ച് തത്തുല്യമായ വേദനയിലൂടെ കടന്നുപോകുന്ന അനേക ജീവിതങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് ഇടയായി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെയും
പ്രത്യാശയുടെയും ഒരു ഉത്തമ മാതൃകയായി ജീവിച്ച് ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ അഭിമന്യ അലക്സാണ്ടർ തിരുമേനിയോടൊപ്പം തിരുമേനിയുടെ പട്ടത്ത ശുശ്രൂഷ കാലത്ത് ഓടി നടന്ന് കാടും മേടും കയറി കർത്താവിനെ സംരക്ഷിക്കാൻ തിരുമേനിയുടെ ശുശ്രൂഷയിൽ കൈത്താങ്ങലായി തീരുവാനായിട്ട് പ്രിയ കൊച്ചമ്മയ്ക്ക് കഴിഞ്ഞു. അതുപോലെ ആദ്യ കാറ്റിലെ പട്ടക്കാരൻ എന്ന നിലയിൽ ആദ്യ കാറ്റിലെ കൊച്ചമ്മമാരിൽ ഒരാളാണ് ഇന്നിവിടെ വേർപെട്ടത്. കൊച്ചമ്മയുടെ ജീവിതത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ കൊച്ചമ്മയുടെ വേർപാട് സംഭവിച്ചത് ഞാൻ അറിയുന്നത് വെല്ലൂരില് അവര് ഒരുമിച്ച് ചേർന്ന് കൊച്ചമ്മയുടെ കിടക്കിക്കരികിൽ നിന്ന് സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ്, ഞാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമെന്ന പാട്ട് പാടുമ്പോൾ കൊച്ചമ്മ നിത്യ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ആ വലിയ പ്രത്യാശ നമുക്കുണ്ട്. കൊച്ചമ്മ കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. അവിടെ ചെന്ന് കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ഈ ഭൗതിക ശരീരത്തിൽ നമുക്ക് യാത്രയായിട്ട് നൽകാം. അഭിമന്യ അലക്സാണ്ടർ തിരുമേനിയെയും അതുപോലെ ഫിന്നി അച്ഛനെയും ജിനി കൊച്ചമ്മയെയും വേബിൾ, ഗ്രേസ് സാബു, സോഫിയ, ഷൈൻ ജോൺ മാത്യു അച്ഛൻ, ഈ പ്രിയപ്പെട്ടവരെ അവരുടെ ദുഃഖം ഈ സമയത്ത് ഞങ്ങൾ പങ്കിടുന്നു. ഈ സഭയുടെ പട്ടത്ത സമൂഹത്തിന് വേണ്ടി സഭാ കൗൺസിലിനെ പ്രതിനിധീകരിച്ചു എല്ലാ ബോർഡ് സെക്രട്ടറിമാർക്ക് വേണ്ടി സഭാ ഓഫീസിന് വേണ്ടി എല്ലാവരുടെയും പേരിൽ സഭയിലെ എല്ലാ പ്രവർത്തകരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ സമയം ദുഃഖം പങ്കിടുകയും ക്രിസ്തുവിനുള്ള പ്രത്യാശ അറിയിക്കുകയും ചെയ്യുന്നു. സഭയുടെ ഉപാധ്യക്ഷൻ പി കെ ചെറിയൻ സാറിന് ഇന്നിവിടെ വന്നു ചേരുവാൻ കഴിഞ്ഞില്ല. ചെറിയൻ സാർ ഒരു ശുശ്രൂഷ ഇതേപോലെ ഒരു സംസ്കാര ശുശ്രൂഷയ്ക്ക് കടന്നുപോയിരിക്കുന്നു. പി കെ ചെറിയൻ സാറിന്റെയും സഭാ കൗൺസിൽ അംഗം സണ്ണി മാത്യു ഡൽഹി കാൺപൂർ ഇടവക, മുംബൈ കലീന ഇടവക, ഉമ്മയാത്തീരപ്രായ ആമല്ലൂർ തിരുവല്ല ഇടവക എന്നീ ഇടവകളുടെയും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകും.